ഹായ്, കേരള ടേസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓണം സീസണിലേക്കുള്ള കറികളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തൊടുകറി ഗണത്തിൽപ്പെടുന്ന ഇഞ്ചിക്കറിയാണ് ഇന്നിവിടെ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ ഒരു 1/2 കിലോയോളം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട സാധനം വെളുത്തുള്ളി, ചുമന്നുള്ളി, ഉലുവാപ്പൊടി, കടുക്, കറിവേപ്പില, വാളംപുളി, കായം, ശർക്കര, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഉണക്കമുളകും കൂടെ തേങ്ങാക്കൊത്തൂടെ വേണം. അപ്പം നമ്മുടെ ഓണം സ്പെഷ്യലായ ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ പോവാണ്. അതുകൊണ്ട് ആദ്യം നമുക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് വറുത്തൊന്ന് കോരണം. അതാണ് ആദ്യം ചെയ്യുന്നത്. ഒരു 1/2 കിലോയോളം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി എളുപ്പം മൂക്കാൻ വേണ്ടി നമ്മൾ ഒരല്പം ഉപ്പൂടെ ചേർക്കുവാണ്. ഉപ്പ് ചേർക്കുന്നുണ്ട്, പിന്നെ ചേർക്കുമ്പോൾ അത് നോക്കി വേണം ചേർക്കാൻ. ഈ ഇഞ്ചി വറുത്ത എണ്ണയിൽ തന്നെ തേങ്ങാക്കൊത്തൂടെ വറുത്ത് കോരുവാണ്. അപ്പോൾ ഇഞ്ചി വറുത്ത് കോരിയ ആ എണ്ണയിൽ കുറച്ചങ്ങ് മാറ്റണം. എന്നിട്ട് ബാക്കി കുറച്ച് എണ്ണ എടുത്തിട്ട് വേണം, അതിനകത്ത് വേണം നമുക്ക് ബാക്കി എല്ലാം കടുകെല്ലാം പൊട്ടിച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇത്തിരി കടുകിടുക. ഇതിനകത്തോട്ട് ഇനി ചുമന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞ് കടുക് പൊട്ടിക്കാൻ വേണ്ടി ഇടുവാണ്. കുറച്ച് കരിവേപ്പില ഇടുവാണ്. അപ്പോൾ അത് അടച്ച് 2 ഉണക്കമുളക് കുഞ്ഞായിട്ട് പൊട്ടിച്ചത് ഇടുവാണ്. ഉണക്കമുളക് ഇട്ടു. ഒരല്പം ഇത്രേ ഉള്ളൂ മഞ്ഞൾ പൊടി ഇടുന്നു. ഉലുവാപ്പൊടി ഒരല്പം ഇടുന്നു. ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇടുന്നു. ഇതിനകത്തോട്ട് വറുത്ത് വെച്ച തേങ്ങാക്കൊത്ത് ഇടുവാണ്. ഇനി കുറച്ച് വാളംപുളി വെള്ളം ഒഴിക്കുക ഇതിനകത്തോട്ട്. അപ്പം ഇത് തിളച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഇഞ്ചി പൊടിച്ചതും ശർക്കര പൊടിച്ചതും കൂടെ ചേർക്കുവാണ്. ഇത് നല്ലോണക്ക് തിളച്ച് കുറുകി വരണം. അപ്പോൾ ശർക്കര ഇഞ്ചിക്കറി ഒരുമാതിരിപ്പെട്ട ആർക്ക് ഇഞ്ചിക്കറി കഴിക്കാനായിട്ട് അത്ര താല്പര്യമില്ല. അപ്പോൾ അതൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് അത് കഴിക്കാനും കൂടെ കൂടിയിട്ടാണ് നമ്മൾ തേങ്ങ വറുത്തതും ശർക്കരയും കൂടെ ഇതിനകത്ത് ചേർക്കുന്നത്. ഇഞ്ചി വറുത്തപ്പം നമ്മൾ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. ഇതിൻ്റെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് നല്ലോണമൊക്കെ തിളച്ച് ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് മേളി വരണം. അതാണ് അതിൻ്റെ ഒരു കണക്ക്. നമ്മുടെ സദ്യയിലൊക്കെ വിളമ്പുന്ന തൊടുകറിയുടെ ഗണത്തിൽപ്പെടുന്ന ഇഞ്ചിക്കറി ഇന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതിനകത്ത് ഇങ്ങോട്ട് കാണിച്ചിടാം. ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് മേളി വന്ന് നിൽക്കുന്ന കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു പരിവ്. എന്നിട്ട് ഇതിനകത്തോട്ട് തീ അങ്ങ് ഓഫാക്കുക. എന്നിട്ട് കായപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് കായപ്പൊടി. ഇതിനാവശ്യമുള്ള മധുരവും ഉപ്പും പുളി എരിവും എല്ലാം ഉണ്ട്, കറക്റ്റ് അളവാണ്. ഇതിൻ്റെ എണ്ണ തെളിഞ്ഞുണ്ടാകും, കുറുകി വന്നിരിക്കുന്നുണ്ട്. ലാസ്റ്റ് വേണം കായം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം നമ്മുടെ ഓണം സ്പെഷ്യല് ഇഞ്ചിക്കറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ രുചി, പിള്ളേർക്ക് പോലും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരുന്നത്. കാരണം നല്ല മധുരമൊക്കെ ആവശ്യത്തിനുണ്ട്, എല്ലാം ഉണ്ട്, എരിവും പുളി ഉപ്പും എല്ലാം ഉണ്ട്. പിന്നെ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കേരള ടേസ്റ്റിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഇടണം. അപ്പം ഇത് ഉണ്ടാക്കുന്ന രീതി, ഇതിൻ്റെ അളവും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. എല്ലാവരും അത് നോക്കണം. അപ്പം ബൈ.